Hi friends, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 2.5 വർഷം പഴക്കമുള്ള ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഹൈ കൗണ്ടിന്റെ വാട്ടർ ടാങ്ക് ആണ്. ഇപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ 3-4 എടുത്ത് ഇത് പൊട്ടിയിട്ടുണ്ട്. ഏറ്റവും പൊട്ടലുകൊണ്ട് ഈ ചെടി പോലെ കിളിച്ച് നിൽക്കുന്ന ഇടമാണ്. അവർ പൊട്ടിയത് അവർ എംസിയിലൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പനിയിൽ വിളിച്ച് പറഞ്ഞ് അവർ അത് റീപ്ലേസ് ചെയ്ത് വാറണ്ടി ഉള്ളതായതുകൊണ്ട് റീപ്ലേസ് ചെയ്ത് അവരുടെ ഒരു 1000 ലിറ്ററിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യാനാണ്. അതുകൊണ്ട് ഈ കാണുന്ന ടാങ്കാണ് അവർ വിട്ടത്. അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ടുള്ള ടാങ്കാണ്. നേരത്തെ ഓൾറെഡി ഇരുന്നത് ഹൊറിസോണ്ടലായിട്ടുള്ള ടാങ്കുമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഹൈക്കൗണ്ടിൻ്റെ ഹൈബൗണ്ട് ദ റിസ്ക്ലെസ് ടാങ്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തിനാവുമോ എന്നറിയത്തില്ല. ഇത് ബ്ലാക്ക് കളർ ടാങ്കാണ്. അതേപോലെ ബ്രിട്ടീഷ് ഡിസൈൻ എന്ന് ഒക്കെ പ്രിൻ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് ഡിസൈനായിട്ടുള്ള രീതിയിലുള്ള ടാങ്കാണ് വെർട്ടിക്കലായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇത് നമ്മൾ ടാങ്ക് കണക്ടർ ഉപയോഗിച്ചാണ് ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ ഫിറ്റിങ്സ് എല്ലാം പഴയത് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. കാരണം നമ്മളിതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിയൻ ടാങ്ക് കണക്ടറല്ല, സാധാ ടാങ്ക് കണക്ടറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് വീണ വെള്ളം കൊണ്ടാണ് ഇത്രയും ഭാഗം ഇവിടെ ഇത് പായൽ പോലെ പിടിച്ചത്. ഭയങ്കര റിസ്ക് ആയിരുന്നു, കാരണം ഒരു ഇരുനില വീടാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ച് വേണം നിൽക്കാൻ തന്നെ. ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പം തെന്നി വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം ടാങ്ക് വെക്കുന്ന അത്രയും ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇനി അവർക്ക് ആളിനെ നിർത്തി ഇത് ഒന്നും കൂടെ വൃത്തിയാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് വെക്കുന്ന ഭാഗം ക്ലിയർ ചെയ്തു. അതേപോലെ തന്നെ ഹോൾസ് ഇപ്പോൾ നമ്മൾ അടിക്കുന്നത് മോട്ടറിൽ നിന്ന് കയറി വരുന്ന ലൈൻ 1 ഇഞ്ച് കയറാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചിൻ്റെ ഹോൾസോ കൊണ്ടാണ് നമ്മൾ ഹോൾ അടിക്കുന്നത്. ഹോൾസോ കൊണ്ട് വേണമെങ്കിൽ ഹോൾ അടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിൻ്റെ GA പൈപ്പ് ചൂടാക്കി വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഹോൾ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹോൾസേ ഉണ്ടായിട്ട് നമ്മൾ ഹോൾസേ കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് GA പൈപ്പ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ GA പൈപ്പ് ചൂടാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമുക്ക് ഹോൾസേ അവൈലബിൾ ആയിട്ട് വന്നപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളൂ. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് എപ്പോഴും ഹോൾസേ കൈ കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ GA പൈപ്പ് കൊണ്ട് തന്നെയാണ് ഹോൾ ഇടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇത് ഔട്ട്ലെറ്റ് ഇറങ്ങി വരുന്ന ഭാഗമാണ്. നമുക്ക് അത് 1.25 വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.25ൻ്റെ ഹോൾസേ ഇതേപോലെ എടുത്ത് സെറ്റ് ചെയ്യുകയാണ്. അപ്പം പഴയ ടാങ്ക് എങ്ങനെ പൊട്ടി എന്ന് യാതൊരു ഐഡിയയും ഇല്ല. കാരണം അത് ഒരു ബ്ലാക്ക് കളറ് ഹൊറിസോണ്ടലായിട്ടുള്ളൊരു വാട്ടർ ടാങ്കാണ്. അതും ഹൈക്കൗണ്ടിൻ്റെ തന്നെ ടാങ്കാണ്. പക്ഷേ അത് 3-4 എടുത്ത് അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ MCയിൽ കൊണ്ടൊക്കെ അവർ ഒന്ന് ഒട്ടിച്ചൊക്കെ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പുതിയൊരു ടാങ്ക് കമ്പനിയിൽ വാറണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞ് അത് ഉടൻ തന്നെ അവർ കൊടുത്തു വിട്ടത്. അപ്പം നമ്മളിനി ഔട്ട്ലൈറ്റാണ് ഔട്ട് ഇറങ്ങുന്ന ഭാഗമാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1.25ൻ്റെ ഒരു ഹോൾസേ കൊണ്ട് ഹോൾ ഇട്ടു. ഹോൾ ഇടുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്ന, ടാങ്കിൻ്റെ അടിവശത്തോട്ട് ഹോൾ പോകരുത്. കാരണം കറക്റ്റായിട്ട് നമുക്ക് കണക്ടർ ഇടാനും പറ്റത്തില്ല. അതേപോലെ അടിഭാഗം വിള്ളൽ വീഴാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതേപോലെ കുറച്ച് പൊക്കി വേണം ചെയ്യാൻ. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ അത് വീണ്ടും വിള്ളൽ വീഴാതിരിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ കൈ ടൈറ്റ് കൊണ്ട് നമുക്ക് അകത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പം ഈ 5 റേഞ്ച് കൊണ്ട് ഏറ്റവും ടോപ്പ് സൈഡ് ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അകത്തുള്ള ഭാഗം നമുക്ക് കൈ കൊണ്ട് ഒന്ന് പിടിച്ചാൽ മതി. വെളിയിൽ ഔട്ട് സൈഡിൽ ഈ ത്രെഡ് വരുന്ന ഭാഗത്ത് നമുക്കൊരു 5 റേഞ്ച് കൊണ്ട് ഒരു മീഡിയം ടൈറ്റ് ചെയ്താൽ മതി. ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലാന്തരത്തിൽ ഇതിന് വിള്ളൽ വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പഴയ ലൈനിൽ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് ഇത് രണ്ടും ടാങ്കുകളുടെ വ്യത്യാസം വന്നപ്പോഴത്തേനും ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് മാറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓഫ്സെറ്റ് അടിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഔട്ട് ഇറങ്ങുന്ന ഭാഗം നമുക്ക് ഒരു ഓഫ്സെറ്റ് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.25ൻ്റെ 2.45 എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു എസ്ബെൻഡ് രീതിയിൽ ഒട്ടിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ഇരുന്ന ഹൊറിസോണ്ടൽ ടാങ്കും ഇപ്പോൾ വെച്ച വെർട്ടിക്കൽ ടാങ്കും തമ്മിലുള്ള ഹൈറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഓഫ്സെറ്റ് അടിച്ചിടേണ്ടത്. അപ്പോൾ ഓഫ്സെറ്റ് ഇടുമ്പോൾ കറക്റ്റ് S മോഡലിൽ തന്നെ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പൈപ്പിലോട്ട് ഇറക്കാൻ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ഇരിക്കും, പക്ഷേ പിന്നീട് ചൂടൊക്കെ അടിച്ച് അതിന് ചെറിയ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഓഫ്സെറ്റ് അടിച്ച് ഒരു സ്റ്റെപ്പ് വൈസ് ആക്കി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്.
കണ്ടില്ലേ? ഇപ്പം അത് ഓഫ്സെറ്റ് കറക്റ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നമുക്ക് ഇറക്കി വിടാൻ പറ്റൂ. കാരണം ഇത് ഹൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പഴയ ടാങ്കിൽ നിന്ന് എടുത്ത ബെൻഡും അതേപോലെ തന്നെ നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 2-3 കപ്ലിങ് മേടിച്ചതേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഴയ പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ തന്നെ 1 ഇഞ്ചിൻ്റെ കുറേ പൈപ്പുകൾ കിടപ്പുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എയർ ഫ്ലോയും അടിക്കുന്ന ഇനി അതുകൊണ്ട് തന്നെയൊക്കെയാണ്. അപ്പം നമ്മൾ എക്സ്ട്രാ പൈപ്പുകളൊന്നും വാങ്ങിയിട്ടില്ല. കാരണം ഇവിടെ ഓൾറെഡി കിടന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ബെൻഡ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കപ്ലിംഗ് ഒട്ടിച്ച് തിരിച്ച് അതേപോലെ തന്നെ ടാങ്കിലോട്ട് ഇന്ന് കയറുന്ന ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അതായത് മോട്ടറിൽ നിന്ന് വരുന്ന ലൈൻ നമ്മൾ 2 കപ്ലിങ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒട്ടിക്കേണ്ടത് 1.25 ഇഞ്ച് എയറാണ് നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ നേരത്തെ ഇരുന്ന അതേ എയർ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തും കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വല്പം പൈപ്പ് നമുക്ക് ഇച്ചിരി നീട്ടേണ്ടതായിട്ടുണ്ട്. കാരണം ഹൈറ്റ് വ്യത്യാസം വരുന്നതുകൊണ്ട് നമുക്കവിടെ ഇത്രയും ഭാഗം നമ്മൾ പൊക്കി കൊടുത്തു. കാരണം നേരത്തെ ഇരുന്ന് ഹൊറിസോണ്ടലും ആയിട്ടുള്ള ടാങ്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹൈറ്റ് വ്യത്യാസം വന്നത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു 1.25 ബുഷ് ഇട്ട് വേണം നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ 1.25 ബുഷ് ഇട്ട് ഇറക്കി ഔട്ടിലോട്ട് വരുന്ന എയർ ഫ്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് പോകുന്ന ഭാഗം നമുക്ക് ഔട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടി. നേരത്തെ ഇരുന്നത് അപ്പുറത്തെ അയ്യത്തോട്ട് വല്ലവരെയും വസ്തുവിലോട്ടാണ് വെള്ളം വീണുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ആ എയർ ഫ്ലോ നേരെ തിരിച്ച് പഴയ ഇവിടെ ഇരുന്ന 1.25 ഇഞ്ച് പൈപ്പ് മുഖേന നമ്മൾ റെഡ്യൂസ് ചെയ്ത് നേരെ ഈ കാണുന്ന താഴ്ഭാഗത്തോട്ട് തന്നെ കറക്റ്റ് വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ ഫ്ലോയും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന പഴയ ഫിറ്റിങ്സുകളും പഴയ പൈപ്പുകളും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ടാങ്ക് മാത്രമേ ഉള്ളൂ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ കിട്ടിയത് കൊണ്ടുവന്നത്. കാരണം ഇവിടുന്ന് നമ്മൾ പുതിയ പൈപ്പോ കാര്യങ്ങളോ ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ഇരുന്നത് തന്നെ വെച്ചാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നേരെ എയർ ഫ്ലോ ഓവർഫ്ലോ നേരെ നമ്മൾ എവിടെ കാണുന്ന താഴ്വശത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇരുനില വീടാണ്. അപ്പോൾ കറക്റ്റ് ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാങ്ക് നിറയുന്നതായിട്ട് നമുക്ക് കേൾക്കണം, അതുപോലെ കാണുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. കാരണം നേരത്തെ വീണത് അപ്പുറത്തേക്കാരുടെ വസ്തുവിലോട്ടാണ് വീണത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 1.25 ബുഷ് ഇട്ടിട്ടാണ് നമ്മൾ ഇറക്കി നമ്മൾ ഔട്ട്സൈഡിൽ നേരെ താഴ്ഭാഗത്തോട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മൾ പഴയ ടാങ്ക് നമ്മൾ ഇറക്കി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലല്ല ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇനി മോട്ടർ ഒന്ന് ഓണാക്കി നമുക്കൊന്ന് എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മോട്ടർ ഓണാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? മോട്ടർ ഓണാക്കിയപ്പോൾ തന്നെ കുറച്ച് ഈ പഴയ പൈപ്പിൻ്റെ അകത്തിരുന്ന ചെളി കാര്യങ്ങളും ഓരുകളെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ വെച്ചേക്കുന്ന ഈ കാണുന്ന ടാങ്ക് കണക്കുന്ന അളവിന് വെള്ളം ഒന്ന് ഫില്ല് ചെയ്തിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കാരണം ഇനി ഉപയോഗിക്കാനുള്ള വെള്ളം ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ടാങ്ക് കണക്കിന് അളവിന് വെള്ളം നിറയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് വെള്ളം ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമേ വെള്ളം ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഇപ്പം വെള്ളം അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചെറിയ പൊടികളും കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. നമ്മൾ ടാങ്ക് നിറച്ച് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. കാരണം ഓവർഫ്ലോ കറക്റ്റായിട്ട് കിട്ടുന്നോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും പൈപ്പിൻ്റെയൊക്കെ ചെറിയ പീസുകളൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഔട്ട്സൈഡിൽ നമുക്ക് വെള്ളം നിറഞ്ഞു പോകുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? ടാങ്ക് നിറഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് ഔട്ടിൽ വീഴുന്ന ഭാഗം നേരത്തെ അപ്പുറത്തേക്കാരുടെ വസ്തുവിലോട്ടാണ് വീണുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് മാറ്റി നേരെ താഴ്ഭാഗത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കറക്റ്റ് നമുക്ക് അവിടെ കിച്ചനാണ് വരുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഓവർഫ്ലോയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടാങ്ക് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം.